നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പോൾ യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് പുതിയൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയകൾ അവർ അത് ഇരട്ടിയായിട്ട് കൂട്ടിയിരിക്കുകയാണ്. ഈ വാർത്തകൾ നിങ്ങൾ പല മാധ്യമങ്ങളിലൂടെയും യൂട്യൂബുകളിലൂടെയൊക്കെ നിങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞു കാണുമായിരിക്കും. അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇനിയിപ്പോൾ യൂട്യൂബ് കൊണ്ടൊന്നും മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ പുതിയ ക്രിയേറ്റേഴ്സ് ആണെങ്കിലും യൂട്യൂബിലോട്ട് ഇനിയും വരുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ക്രൈറ്റീരിയ കൂട്ടിയെങ്കിലും ഈ ഒരു സംഭവം നമുക്ക് അത് ഈസി ആയിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ അകത്തെ സത്യാവസ്ഥ. അപ്പോൾ എന്നോട് തന്നെ പലരും പറഞ്ഞു, മെസ്സേജ് അയച്ചു പറഞ്ഞു, എന്തിനാണ് ഈ യൂട്യൂബ് ചാനലൊക്കെ ഇനിയിപ്പം പാടല്ലേ, ഇരട്ടിയായില്ലേ, ഇത് മുന്നോട്ട് പോകാൻ പറ്റുമോ, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമൊക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നു. ഇപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറ്റേ, ഈ ഒരു വാച്ച് അവർ കൂട്ടിയിരിക്കുകയാണ്. നേരത്തെ നമുക്ക് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും ആയിരുന്നു വേണ്ടത്. അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോയ്ക്ക് 10 മില്യൺ വ്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ക്രൈറ്റീരിയയാണ് അവർ ഇരട്ടിയാക്കിയിരിക്കുന്നത്. 4000 വാച്ച് അവർ എന്നുള്ളത് അത് 8000 ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 10 മില്യൺ എന്നുള്ളത് 20 മില്യൺ ആക്കിയിട്ടുണ്ട്. ഈ ഒരു കാര്യമാണ് ഇപ്പോൾ യൂട്യൂബിൽ മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ആദ്യം ചെയ്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അത് പുതിയ യൂട്യൂബേഴ്സിനെ മാത്രമാണ് അതുകൊണ്ട് അത് ബാധിക്കത്തുള്ളൂ. പുതിയതായിട്ട് യൂട്യൂബിലോട്ട് കടന്നു വരുന്ന ഒരാൾക്ക് ആദ്യം ഇച്ചിരി പാടായിരിക്കും. എന്നു വെച്ചാൽ ഈ 4000 വാച്ച് അവർ തന്നെ കവർ ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് 8000 ആകുമ്പോൾ തന്നെ ഇരട്ടി വാച്ച് അവർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു പ്രശ്നം മാത്രമാണ്. നിലവിൽ മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലുകാർക്കൊന്നും ഇതിലൂടെ പ്രശ്നങ്ങൾ സംഭവിക്കത്തില്ല. ഈ ഒരു പുതിയ നിയമം വരുന്നത് 2027 ഫെബ്രുവരി 1 തീയതി മുതലാണ്. അതായത് നമുക്ക് ഇനിയും മുന്നിൽ ഒരു 6 മാസത്തോളം സമയമുണ്ടെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ 4000 വാച്ച് അവർ ആകാത്തവർക്കൊക്കെ ഈസി ആയിട്ട് ആ ഒരു സമയത്തിനുള്ളിൽ അത് കവർ ചെയ്യാൻ പറ്റും. ഈ പുതിയൊരു ചാനലാണ് തുടങ്ങുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ 6 മാസത്തിനുള്ളിൽ 4000 വാച്ച് അവർ ഈസി ആയിട്ട് ലഭിക്കും. നിങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം പുതിയതായിട്ട് യൂട്യൂബേഴ്സിലെടുത്ത് കടന്നു വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇപ്പം പുതിയ വീഡിയോകൾക്ക് കൂടുതലും റീച്ച് ഒക്കെ കൊടുക്കുന്നുണ്ട്. പഴയ വീഡിയോകൾക്കൊക്കെയാണ് പിന്നെയും വലിയ റീച്ച് ലഭിക്കാത്തത്. ഇപ്പം സാധാരണ മൊബൈൽ ഫോണിലൂടെയൊക്കെ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്നവരെയൊക്കെ വളരെ രീതിയിൽ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ വീഡിയോകളാണ് കൂടുതൽ ഇപ്പോൾ ഓടുന്നത്. വലിയ വലിയ വീഡിയോസിനേക്കാളും സാധാ ഗ്രാമീണ ഭംഗികളും സാധാ കാര്യങ്ങളും ട്രാവലിംഗ് ബ്ലോഗുകളും സാധാ രീതിയിലുള്ള വീഡിയോകൾക്കാണ് കൂടുതൽ ഇപ്പോൾ യൂട്യൂബിൽ പ്രചാരമുള്ളത്. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ പുതിയതായിട്ട് യൂട്യൂബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇനി തുടർന്ന് യൂട്യൂബിലോട്ട് വരാവുന്നതേ ഉള്ളൂ. പലരും പല രീതിയിൽ പറയും. അതൊക്കെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ യൂട്യൂബിലൂടെ ചെയ്യുക. അത് ആരെയും നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, നിങ്ങളുടെ മാത്രം കാര്യമാണ്. യൂട്യൂബ് എന്ന് പറയുന്നത് ആർക്കും കടന്നു വരാവുന്ന ഒരു മേഖലയാണ്. ഈസി ആയിട്ടുള്ള കാര്യങ്ങളുമാണ് അതിൻ്റെ അകത്ത്. നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ പറഞ്ഞ 8000 വാച്ച് അവർ എന്നുള്ളത് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എങ്ങനെയായിരിക്കുന്നോ അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യുക എന്നുള്ളതാണ്. പുതിയതായിട്ട് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ വാർത്തകൾ കേട്ട് പുറകോട്ട് പോകുന്നവരുണ്ട്. അവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയും അഭിപ്രായം കേൾക്കാതെ യൂട്യൂബിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും കടന്നു വരിക. എന്നിട്ട് നിങ്ങളുടേതായ കണ്ടന്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. നമ്മൾ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് അത് 3 കാര്യങ്ങളെ ആശ്രയിച്ചാണ് ആ വീഡിയോകൾ ഓടുന്നത്. ഒന്ന്, ആ വീഡിയോ കാണാൻ വരുന്ന ഓഡിയൻസ്. അത് മെയിൻ കാര്യമാണ്. ഈ ഓഡിയൻസ് ആദ്യം നോക്കുന്നത് അതിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്നുള്ള ഒരു ആകാംക്ഷ അവർക്ക് തോന്നണം. ഞാൻ ഈ വീഡിയോ എനിക്കത് കാണേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള, കാണാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോകളായിരിക്കണം. ഒന്ന്, ഈ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വീഡിയോ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ് ആൾക്കാർ പകുതി വെച്ച് ഇറങ്ങിപ്പോകും. അങ്ങനെ വരാതെ നിങ്ങൾ ആ വീഡിയോയ്ക്കകത്ത് നമ്മളൊരു സീരിയലൊക്കെ കാണത്തില്ലേ, ആ സീരിയൽ തുടർന്ന് കാണിക്കാൻ അവർ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ആ ഒരു സംഭവമാണ് യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോഴും ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനമുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ തോന്നിപ്പിക്കണം. അങ്ങനത്തെ രീതിയിലുള്ള കണ്ടന്റുകളാണ് കൂടുതലും അവർക്ക് കാണാൻ സാധ്യതയുള്ളത്. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ കൂടുതലും 8 മിനിറ്റിന് മേളിലോട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വാച്ച് അവർ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഡെയിലി വീഡിയോ ഇടുന്ന കാര്യങ്ങളെക്കുറിച്ച് പലരും ഉണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഏകദേശം ഒരു 4-5 വർഷമായിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാനങ്ങനെ കൃത്യമായി ഒന്നും വീഡിയോ ഇടാറില്ല. ഇടയ്ക്ക് വർക്കുള്ളപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ പോകും, സമയമുള്ളപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടും. എനിക്കതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഡെയിലി വീഡിയോ ഇടുമ്പോഴത്തേന് വലിയ വ്യൂസ് ലഭിക്കാറില്ല. അതേസമയം ആഴ്ചയിൽ ഒരു 2 വീഡിയോ കൃത്യമായി ഇടുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യൂസ് നമുക്ക് കണ്ടിന്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. ഡെയിലി വീഡിയോ ഇടുമ്പോൾ നമുക്ക് നല്ല കണ്ടന്റ് ആയിരിക്കുകയില്ല. വായിച്ചൊന്നൊക്കെ നമ്മളൊരു വീഡിയോ ഒപ്പിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല.
ഒരു വീഡിയോ ആഴ്ചയിൽ ചെയ്യുന്നുള്ളെങ്കിലും ആ ഒരു വീഡിയോ നല്ല രീതിയിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. അന്നേരപ്പോഴാണ് വ്യൂസ് കൂടുതൽ കിട്ടുന്നത്. ഞാൻ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് പരീക്ഷിക്കാറുണ്ട് നമ്മുടെ ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ കാണാം. ഡെയിലി അടുപ്പിച്ച് വീഡിയോ ഇട്ട ദിവസങ്ങളുണ്ട്. ഇപ്പോൾ ഉടനെ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ അടുപ്പിച്ച് വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നേരപ്പോഴൊന്നും വ്യൂസ് ലഭിക്കുന്നില്ല. ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ ഒക്കെ ഇടുന്ന വീഡിയോകൾക്ക് നല്ല റീച്ച് ലഭിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് നിങ്ങൾ യൂട്യൂബിൽ വരുന്ന ഒരാൾ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഡെയിലി വീഡിയോ ഇടുന്നത് കുഴപ്പമില്ല. പക്ഷെ ആ ഡെയിലി വീഡിയോ ഇടുമ്പോൾ നാളെ അവരെ കാണിക്കാൻ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോ ആയിരിക്കണം. എന്നാൽ മാത്രമേ അവരത് കാണത്തുള്ള ആൾക്കാർ. നിങ്ങളുടെ ചാനലിൽ വീഡിയോ വരാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ആ ഒരു സംഭവമാണ് നിങ്ങൾ ഒപ്പിച്ചെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങളുടെ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 3 വീഡിയോയും കൃത്യമായ ഒരു ടൈം നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ആ ഒരു ടൈമിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വേറൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഞായറാഴ്ച ഒരു ദിവസം വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ആ ഞായറാഴ്ച ഒരു സമയം ഫിക്സ് ചെയ്യുക. ആ സമയത്ത് കണ്ടിന്യൂസ് വീഡിയോ എല്ലാ ഞായറാഴ്ചകളിലും ഒരേ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുക. അത് ഷെഡ്യൂൾ ചെയ്ത് ഞങ്ങൾക്ക് വെക്കാം. ഈസി ആയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ പലരും ചിന്തിക്കുന്നതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഭയങ്കര വലിയ ക്യാമറ, വലിയ സാധനങ്ങൾ, വലിയ മൈക്ക് വേണം. ഇതിന്റെ യാതൊരു ഇതുമില്ല. ഇതൊന്നും ഇല്ലാതാണ് ഞാനും തുടങ്ങിയത്. അതൊന്നും ഈ ഒരു യൂട്യൂബിനെ ബാധിക്കുന്ന കാര്യമല്ല. നല്ല ക്യാമറ വേണമെന്നില്ല, നല്ല മൈക്ക് വേണമെന്നില്ല. അതൊക്കെ ഭാവിയിലത്തെ കാര്യമാണ്. സാധാ ഒരു മൊബൈൽ ഫോൺ വെച്ച് ഈസി ആയിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക. നല്ല കണ്ടന്റുകളാണെന്നുണ്ടെങ്കിൽ അത് ആൾക്കാർ തീർച്ചയായിട്ടും 2 കൈ നീട്ടി സ്വീകരിക്കുന്നതാണ്. അത് നമ്മുടെ അനുഭവമാണ്. ചില പോരായ്മകളൊക്കെ വീഡിയോയിൽ ആദ്യം ഉണ്ടാവും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആകുന്ന കാര്യം. മോണിറ്റൈസ് ആയിക്കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഈ 8000 വാച്ച് അവർ, ഇപ്പം 8000 വരാൻ പോകുന്നത്. ആ വാച്ച് അവർ എല്ലാ ഈ 90 ഡേയ്സ് കൂടുമ്പോഴും അല്ലെ അങ്ങനെ ആക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അതൊക്കെ പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കത്ത പോലുമില്ല. ആദ്യമായിട്ട് നമ്മൾ വീഡിയോ ഇടുമ്പോൾ ആദ്യത്തെ കുറച്ച് നാളത്തേനാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ തോന്നുന്നത്. വീഡിയോ ഓടുന്നില്ല. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പോകാൻ വേണ്ടി 48 മണിക്കൂറെങ്കിലും സമയമെടുക്കും. അതായത് പലർക്ക് അത് ആദ്യമായിട്ട് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ യൂട്യൂബ് അത് മനസ്സിലാക്കി ശരിയായ ഓഡിയൻസിലേക്ക് എത്തിക്കാനൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കും. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ നിങ്ങൾ മാക്സിമം ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാതെ ശ്രമിക്കുക. പ്രത്യേകിച്ച് ബന്ധുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക. അവർ നിങ്ങളുടെ വീഡിയോ ഒരിക്കലും കാണത്തില്ല. നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ബന്ധുക്കളോ തീർച്ചയായിട്ടും ആ നിങ്ങളിടുന്ന വീഡിയോകൾ കാണാൻ സാധ്യത കുറവാണ്. പുറത്തുനിന്നുള്ള ഓഡിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലും ലഭിക്കുന്നത്. നിങ്ങൾ ആരെയും നിർബന്ധിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാനോ ഷെയർ ചെയ്ത് വാട്സപ്പിലൂടെ കൊടുക്കാനോ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ പിന്നെയും നിങ്ങൾ വീഡിയോ ഇടുമ്പം നിങ്ങൾ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുന്നതിന് ആ ഒരു ഇതങ്ങ് നിർത്തും. പകരം നിങ്ങൾ പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വരും ആൾക്കാർക്ക്. അങ്ങനെ ഒരു അവസ്ഥ വരും. നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് യൂട്യൂബ് ഇന്നിപ്പം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, ഞാനൊക്കെ ആദ്യമായിട്ട് തുടങ്ങിയ സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ട് 4 ദിവസം യൂട്യൂബിൽ ഒരു വ്യൂ പോലും ഇല്ലായിരുന്നു. 4 ദിവസത്തേന് 0 വ്യൂവിലാണ് ഒരു വീഡിയോ കടന്നിരുന്നത്. 4 ദിവസം കഴിഞ്ഞാണ് യൂട്യൂബ് ആ വീഡിയോ മുമ്പോട്ട് പുഷ് ചെയ്തത്. അത് നമ്മൾ ഒത്തിരി രീതിയിൽ യൂട്യൂബിൽ മെസ്സേജൊക്കെ അയച്ചു ചോദിച്ചത് എന്താ സംഭവം. ഇപ്പോൾ യൂട്യൂബ് അത് പഠിച്ച് അത് കറക്റ്റായിട്ട് ആൾക്കാരിലോട്ട് ആദ്യമായിട്ട് എത്തിക്കാൻ അത്രയും ടൈം എടുത്തു. അതുപോലെ തന്നെ ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇട്ട വീഡിയോകളൊക്കെ ഇപ്പോഴും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വ്യൂസ് ഇല്ലാതെ കിടന്ന വീഡിയോകളൊക്കെ ഇപ്പോഴാണ് അത് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വരുമാനങ്ങൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പലരും പറയും യൂട്യൂബ് ഭയങ്കര പാടാണ്. നിങ്ങൾ കാശ് മുടക്കിയുള്ള പരിപാടികൾ യൂട്യൂബിൽ മാക്സിമം ചെയ്യാതിരിക്കുക. അതൊക്കെ വലിയ ചാനലുകാർ നല്ല വരുമാനമുള്ളവർ ചെയ്യുന്നതാണ്. അത് കണ്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും യൂട്യൂബിൽ നിങ്ങളുടെ ഹോം പേജിൽ കണ്ടുകൊണ്ടുള്ള വീഡിയോകളല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഇപ്പം കേരളത്തിലുള്ളവർക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു വീഡിയോ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, അയാൾ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് വീഡിയോകളാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരിക്കുമ്പോൾ ഒരാളുടെ ഹോം സ്ക്രീനിൽ നിരവധി വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുക. അതിങ്ങനെ ഒരാൾ സ്ക്രോൾ ചെയ്ത് പൊക്കോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ അയാൾ അവിടെ സ്റ്റോപ്പ് ആവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവിടെ കാണണം. എന്നാൽ മാത്രമേ ആ ഒരു വീഡിയോയുടെ നിങ്ങളെ തമ്പനയിൽ കണ്ട് അവിടെ സ്റ്റോപ്പ് ആവുള്ളൂ. ഒരു വ്യൂവേഴ്സ് സ്റ്റോപ്പായി കഴിഞ്ഞാൽ അത് നിങ്ങൾ അവർ തുറന്നത് കണ്ടു കഴിഞ്ഞാൽ അത് അവസാനം വരെ പിടിച്ചിരുത്തണമെന്നുണ്ടെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം കാണണം. അങ്ങനെയുള്ള ആ ഒരു പോയിന്റിനാണ് പ്രാധാന്യം. അല്ലാതെ നിങ്ങൾ ചുമ്മാ കുറേ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. അവരെ അത് നല്ല രീതിയിൽ രസിപ്പിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ട്രാവൽ ആണെങ്കിലും ഫുഡ് ബ്ലോഗ് ആണെങ്കിലും ഏത് കണ്ടന്റ് ആണെങ്കിലും അത് ആ ഒരു രീതിയിൽ നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കുക. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബ്ലോഗ് ഒരു ഹോം ബ്ലോഗ് ചെയ്യുവാന്ന് വെച്ചു ഒരാൾ.
അദ്ദേഹത്തിന് പറമ്പിലെ കുറച്ച് കൃഷിയൊക്കെയാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് കൃഷി പോയി കണ്ടിട്ട് വരാമെന്നൊന്നും പറയരുത്. നമുക്ക് അവിടെ പോയി എന്താണ് സംഭവം, അവിടെ ഒരു പറയും അതൊക്കെ അവിടെ ഉണ്ടോ, കൃഷിയൊക്കെ കാണുമോ, അങ്ങനെ അവർക്കൊരു ആകാംക്ഷ കൊടുക്കുക. അത് അവിടെ ഉണ്ടോ, അത് ഇന്നിപ്പോൾ അവർക്കും തോന്നും അതവിടെ കാണുമോ എന്നൊരു ചിന്ത അവർക്കും തോന്നും. അല്ലെങ്കിൽ നമ്മൾ കുറെ കപ്പ ഇട്ടിട്ടുണ്ട്, ആ കപ്പ അവിടെ ഉണ്ടോ, കാറ്റത്ത് ഇന്നലെ പോയോ, നമുക്കൊന്ന് ചെന്ന് നോക്കിയാലോ, അങ്ങനത്തെ ഒരു ഇതാണ് ആൾക്കാരെ കൂടുതൽ അവിടെ അന്നേരപ്പോൾ അവരെ പിന്നെ അവിടെ അത് കാണാൻ വേണ്ടി അവിടെ പിടിച്ചിരുത്തുക അവരെ ചെയ്യുന്നത്. ആ ഒരു സാധനമാണ് എപ്പോഴും യൂട്യൂബിൽ നമ്മളിതൊക്കെ പരീക്ഷിച്ച് നോക്കിയത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഞാൻ എൻ്റെ കണ്ടന്റിനകത്ത് ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയാം, ഒരു സാധാ രീതിയിൽ വലിയ സെറ്റപ്പുകളൊന്നുമില്ല. നമ്മൾ ചുമ്മാ നമ്മുടെ പ്രദേശങ്ങളിലും ഒക്കെ വെച്ച് ഞാൻ കൂടുതലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് വീഡിയോസുകൾ മാത്രമാണ് ഇടുന്നത്. വ്യൂസ് നമ്മൾ നോക്കുന്നേയില്ല. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം യൂട്യൂബിലൂടെ പറയുന്നു. കുറച്ച് ഓഡിയൻസ് ഉണ്ട്, അവരത് കാണുന്നു, അവർ കണ്ടിന്യൂസ് അത് കണ്ടുകൊണ്ടിരിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചാനൽ മോണിറ്റൈസർ ആണ്, അപ്പം ചെറിയ വരുമാനങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ആർക്കും, വീട്ടിലുള്ള വീട്ടമ്മമാർക്കും സാധാരണപ്പെട്ടവർക്കും ഏതൊരു വ്യക്തിക്കും യൂട്യൂബിലേക്ക് കടന്നു വരാവുന്നതാണ്. ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും എഡിറ്റിംഗ് ആണ് ഇച്ചിരി പാടുള്ളത്. അതൊക്കെ ഈസി ആയിട്ട് നടക്കും. ഇതൊക്കെ ചെയ്താണ് എല്ലാവരും പഠിക്കുന്നത്. ആരും പഠിച്ച് പൂർണ്ണനായിട്ടല്ല യൂട്യൂബിലോട്ട് വരുന്നത്. എല്ലാ തുടക്കക്കാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങളൊരു 10 വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു യൂട്യൂബ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കൂട്ടിയത് കൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. അതൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന കാര്യമാണ്. നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ഒരാൾ പുതിയതായിട്ട് കടന്നു വന്ന് കുറേ വീഡിയോസ് ഇട്ടു, വ്യൂസ് ഇല്ലെന്നും പറഞ്ഞ് നിങ്ങൾ ഇരിക്കണ്ട. നിങ്ങളെ ഒരു വീഡിയോ എങ്കിലും യൂട്യൂബ് പുഷ് ചെയ്യും മുമ്പോട്ട്. നല്ല കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ, ആൾക്കാർക്ക് പ്രയോജനമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓടി നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ നിങ്ങളെ പെട്ടെന്ന് മോണിറ്റൈസ് ആകാനൊക്കെ സഹായിക്കും. അതുകൊണ്ട് യൂട്യൂബിൽ ഈ ഒരു പുതിയ നിയമം കേട്ട് ആരും പിന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഇതൊരു വലിയൊരു അവസരമായി കണ്ട് സ്വന്തം കഴിവുകളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരിക. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റൊന്നും ചിന്തിക്കാതെ നിങ്ങളുടെ ഫോൺ എടുത്ത് നിങ്ങൾക്കൊരു അറിയാതെ ഒരു പുതിയൊരു ചാനൽ അല്ലെ ഒരു വീഡിയോ ഇടാൻ അപ്ലോഡ് ചെയ്യാൻ തോന്നും. അതെനിക്ക് ഉറപ്പാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ വിജയമുള്ളൂ. നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങളത് ചെയ്ത് കാണിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തീർച്ചയായും ചെയ്ത് ഒരിക്കൽ നിങ്ങൾക്കും ഒരു അവസരം വരും. അതോർത്ത് പേടിക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ അനുഭവം. പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ വന്ന കുറച്ച് ഇതൊക്കെ കാരണം നമ്മളിങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തെന്നുള്ളൂ. എങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി എഴുതി അറിയിക്കാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.